ഹായ് ഫ്രണ്ട്സ്, സബിനി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമയും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ, ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഒരു റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. ഭാരി തരകണം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ന് ഒരു സർപ്രൈസ് റിലീസ് കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം പിന്നെ ഏറ്റവും ആദ്യം റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഒരു മലയാള സിനിമയാണ്. നല്ലൊരു പ്രേക്ഷകപ്രതികരണം നേടിയ സിനിമയായിരുന്നുവെങ്കിലും എന്താ പറയുക, തിയേറ്ററിൽ വിജയിക്കാൻ സാധിച്ചില്ല ഈ ഒരു സിനിമയ്ക്ക്. ആട്ടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ വിനയ് ഫോർട്ടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈം വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. സർപ്രൈസായി റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഈ സിനിമ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ റിവ്യൂ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഒക്കെ നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അതിലൊന്നാമത്തെ സിനിമ ഒരു ഹൊറർ ഫാന്റസി സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ദ ഡെവിൾ കോൺസ്പിറസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഹൊറർ ഫാന്റസി സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് സിനിമയാണ്. ബുക്ക് മൈ ഷോസ് വഴി ഈ സിനിമ മാർച്ച് മാസം 15 റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത ലവർ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മണികണ്ഠ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി 15 തീയതി മാർച്ച് മാസം 15 റിലീസ് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൂടാതെ 15 തന്നെ ഒരു തമിഴ് സിനിമ കൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. അത് എക്സ്പെക്റ്റഡ് ഡേറ്റ് തന്നെയാണ്. ലാൽ സലാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ സ്പോർട്സ് വിഭാഗം സിനിമയാണ്. രജനികാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക. അടുത്തത് ഒരു ആക്ഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. നോ വേ അപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് മാർച്ച് മാസം 15 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഐറിഷ് വിഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ മാർച്ച് മാസം 15 ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് തെലുങ്കിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹീറോ മൂവിയായിരുന്നു ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ. ഫാന്റസി ആക്ഷൻ കോമഡി സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുങ്ക് സിനിമയാണ്. തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ C5 വഴി മാർച്ച് മാസം 8 റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നെങ്കിലും അത് അന്ന് ആ ഒരു ദിവസം റിലീസ് ചെയ്തില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മാർച്ച് മാസം 15 ജിയോ സിനിമയിലും അതുപോലെ തന്നെ C5ലും റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മെയിൻ അറ്റൽ ഹൂം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ സിനിമ മാർച്ച് മാസം 14 റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്ത ജയൻരവി, കീർത്തി സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം തിയേറ്ററിൽ ഒരു പരാജയമായി മാറിയ സിനിമയായിരുന്നു സൈറൺ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് സിനിമയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മാർച്ച് മാസം 28 ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് നമ്മുടെ അരുൺ വിജയ് പ്രധാന വേഷം കൈകാര്യം മിഷൻ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ പിന്നെ OTT റിലീസ് കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സിംപ്ലി സൗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുള്ളത്. 15 അതായത് മാർച്ച് മാസം 15 ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സിംപ്ലി സൗത്ത് വഴി. അടുത്തത് സോണി ലീവ് വഴി റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഹിറ്റായ സിനിമയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ സോണി ലീവ് വഴി 15 മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. റാഹേൽ മകൻ കോര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ പിന്നെ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യുന്ന പല അപ്ഡേറ്റുകളും ഇതിനു മുമ്പേ പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്നും കമ്മിങ് സൂൺ പോസ്റ്റർ വന്നു. നമുക്ക് മാർച്ച് മാസം 15 അല്ലെങ്കിൽ 23 പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. സാറ അലി ഖാനും പങ്കജ് ത്രിപാഠിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മർഡർ മുബാറക്ക് എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മാർച്ച് മാസം 15 ചിലപ്പോൾ മറ്റു ഭാഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അത് നമ്മുടെ ജയറാം പ്രധാന വേഷം കൈകാര്യം ചെയ്ത എബ്രഹാം വസൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് OTT റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ തന്നെ പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുള്ളത് OTT ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടെന്ന് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ മാർച്ച് മാസം 20 5 ലാംഗ്വേജിൽ
ലാംഗ്വേജിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ സിനിമയുടെ മറ്റ് മലയാളം സിനിമയാണെങ്കിൽ മറ്റ് ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യാനുള്ളത് കൊണ്ടാണ് OTT റിലീസ് ലേറ്റ് ആയതാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ തങ്കമണി കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ റിവ്യൂ അടുത്ത ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.